മെസ്സിയുടെ കൈകളാൽ കപ്പുയർത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് മെസ്സി ഫാനാണ്. അർജൻറ്റീന ഒരു ആരാധകനാണ്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ കളിയിലും അർജൻറ്റീന ഈ പറയുന്ന പോലെ ജയവും തോൽപ്പിയും അടുത്ത് ഇങ്ങനെ വന്ന് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിയും ഭയപ്പെടുത്തിയിട്ടാണ് എല്ലാ കടമ്പയും കടന്നു വന്നത്. സെമി ഉൾപ്പെടെ ഇംഗ്ലണ്ടും അർജൻറ്റീന മത്സരത്തിൽ ഞാൻ ഈ പറയുന്ന ആശങ്ക ഉദ്വേഗം അവസാനം വരെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് ഗംഭീരമായ മെസ്സി അസിസ്റ്റൻറ്റുകൾ ഗംഭീരമായ ആ ഒരു കൃത്യമായ അത് സെമിയിലേക്ക് എത്തി, സെമി കടന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അർജൻറ്റീനിയൻ മാന്ത്രികത കാണാൻ കാത്തിരിക്കുന്നു. ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ലോകത്തിലെ ലക്ഷക്കണക്കിന് മെസ്സി ആരാധകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പല വമ്പൻ ടീമുകളും വീണ ഒരു ലോകകപ്പ് ഫുട്ബോൾ കൂടിയാണ്. സ്പെയിനും അർജന്റീനയും ഫൈനലിലേക്ക് എത്തി നിൽക്കുമോ എന്ന് പറയുമ്പോൾ പോലും മറ്റ് പല വമ്പൻ ടീമുകളും വീണാണ് ഫൈനലിലേക്ക് ഇപ്പോൾ റൂട്ട് എത്തിയിട്ടുള്ളത്. അപ്പം അർജന്റീന ഈ ഫൈനൽ കടക്കുമെന്നുള്ള ശുദ്ധാപ്തി വിശ്വാസം തന്നെയാണ്. അതൊരു ആരാധകൻ അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക. അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ജയവും തോൽവിയും പക്ഷേ മത്സരത്തിലുള്ളതാണ്. താങ്കൾ പറഞ്ഞത് വീഴ്ചകളെക്കുറിച്ചാണ്. ഉയർച്ചകളും കണ്ടു. പുതിയ ടീമുകളെ നമ്മൾ കണ്ടു. നമ്മൾ അത്ഭുതപ്പെടുത്തിയ ടീമുകളെ നമ്മൾ കണ്ടു, വളരെ അത്ഭുതപ്പെടുത്തിയ ടീമുകളെ. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നതാണ് ഇതിൻ്റെ ഒരു ഫുട്ബോൾ മാമാങ്കം. ഫുട്ബോളിന് വലിയ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിലും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു. പ്ലസ് അതോടൊപ്പം തന്നെ പണ്ട് മുതൽക്കേ അർജൻറ്റീന ഒരു ആരാധകനാണ്. അതിന് പ്രത്യേക ഏതായാലും കേരളത്തിലും ഫുട്ബോളിന് അത്രയധികം ലോകകപ്പ് ആരാധകർ, ടീമിനപ്പുറത്തേക്ക് ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുകയും ഈ രാത്രി മത്സരമാണെങ്കിൽ പോലും അത് തീർച്ചയായും അവർ ഉറങ്ങാതിരുന്ന് കാണല്ലേ. ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിലും, ഈവൻ ഡൽഹി പോലും നിങ്ങൾക്ക് അങ്ങനെ കാണാനാകില്ല. അങ്ങനെ ഒരു ആരവം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും അത് കാണാനാവില്ല. എന്നോട് കഴിഞ്ഞ ദിവസം തെലുങ്കാനയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, നിങ്ങളുടെ നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ നാട്ടിലുടനീളം എന്തൊരു ആരവമാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്നിരുന്ന പോലെ ആ ദിവസങ്ങളിൽ. അപ്പോൾ നിറയെ വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ, ഹോർഡിങ്സുകൾ, ഇതെല്ലാം എന്താണ്? അപ്പോൾ ഈ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് ഫുട്ബോളിനെ ഇങ്ങനെ ഒരു ആരവത്തോടു കൂടി? ലോകമാകെയുള്ളവർ, ഇന്ത്യയിലെല്ലാവരും ഫുട്ബോൾ കാണും. പക്ഷേ ഇത്രയും നെഞ്ചോട് ചേർത്ത് വെച്ച ആരവത്തിൽ കളിക്കളത്തിലിരുന്ന് കാണുന്നത് പോലെ, ഗാലറിയിലിരുന്ന് കാണുന്നത് പോലെ അവർ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഗാലറിയിലെ ആയിരക്കണക്കിന് കാഴ്ചക്കാരായ ലോകമെങ്ങുമുള്ള മലയാളികളുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും ഇന്ന് ഡൽഹിയിൽ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്ന് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്.